ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ CMA ഫൈനലിന്റെ പേപ്പർ നമ്പർ 17 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഈ പേപ്പർ നമ്മുടെ ഫോർത്ത് ഗ്രൂപ്പിന്റെ അകത്ത് CMA ഫൈനൽ ഫോർത്ത് ഗ്രൂപ്പിന്റെ അകത്ത് ഫസ്റ്റ് പേപ്പർ ആയിട്ടാണ് വരുന്നത്. ഓൾറെഡി നമ്മൾ ഓഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലെ. CMA ഇന്ററിന്റെ അകത്ത് കമ്പനി അക്കൗണ്ട്സിന്റെ കൂടെ ഏകദേശം ഒരു 50 മാർക്കിന് ഓഡിറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൂടുതൽ കമ്പനി ഓഡിറ്റിന്റെ ഏരിയ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഡിറ്റ്, അതായത് നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് അല്ല, നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് CMAD എന്നാണ് പറയാം. അപ്പൊ പൊതുവെ നമ്മൾ ഫൈനൽ സ്റ്റുഡൻസിനോട്, നമ്മൾ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ CMAD നല്ല ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത് മാർക്കിൽ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് എക്സാമുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ 2022 എക്സാമുകളുടെ റിസൾട്ട് നോക്കുമ്പോൾ കാണാം 60+, 70+ വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊവൈഡഡ് നമ്മൾ കണ്ടിന്യൂസ്ലി കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്ജക്റ്റ് നല്ല സ്കോറിംഗ് ആണ്. ഓക്കെ, മാത്രമല്ല ഇതിൽ ചില ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൂടുതലായിട്ട്. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ചാപ്റ്റർ പഠിക്കേണ്ടതല്ല. നമ്മളൊരു ABC അനാലിസിസ് A കാറ്റഗറി B കാറ്റഗറി ഒക്കെ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. പക്ഷെ എല്ലാം പഠിക്കുക. പക്ഷെ റിവിഷന്റെ സമയത്ത് എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് A കാറ്റഗറി B കാറ്റഗറി ചാപ്റ്ററുകൾക്ക് എന്ത് ചെയ്യുക, കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലോട്ട് ഒന്ന് വരാം. ഓക്കെ, നമുക്കൊന്ന് ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്കൊന്ന് സിലബസും നേരത്തെ പറഞ്ഞ പോലെ ഒരു ABC അനാലിസിസും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേണും പിന്നെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഓരോ ടോപ്പിക്കിലോട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നോക്കാം. പേപ്പർ 17 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ്. നമുക്ക് ടോട്ടൽ നമുക്ക് വരുന്നത് 18 ചാപ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, സോ 18 ചാപ്റ്റർ നമുക്ക് ഈ സബ്ജക്റ്റിൽ വരുന്നുണ്ട്. ഈ 18 ചാപ്റ്ററിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പാർട്ട് നമ്മുടെ കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, സോ സെക്ഷൻ A എന്ന് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് ആണ്. 50 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നമുക്ക് കോസ്റ്റ് ഓഡിറ്റിന് വരുന്നത്. സെക്ഷൻ ബിയിൽ നമുക്ക് മാനേജ്മെന്റ് ഓഡിറ്റ് ആണ്. അഗൈൻ 25% അഥവാ 25 മാർക്ക് നമുക്ക് ഏതിൽ വരുന്നുണ്ട്, മാനേജ്മെന്റ് ഓഡിറ്റിനുള്ള ഏരിയയിൽ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ഓഡിറ്റ്, അതിന് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് 15%, 15 മാർക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് സെക്ഷൻ സി. ദ ലാസ്റ്റ് പാർട്ട് നമുക്ക് വരുന്നത് സെക്ഷൻ ഡി, ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ആന്റി മണി ലോണ്ടറിങ്. അതിന് ജസ്റ്റ് ഒരു 10% വെയിറ്റ് ചെയ്ത് ഒരു 10 മാർക്ക് വരുന്നുണ്ട്. ടോട്ടൽ 100 മാർക്സ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ സിലബസിന് നമ്മൾ എന്ത് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ A കോസ്റ്റ് ഓഡിറ്റിന്റെ പാർട്ട്, ഓക്കെ, സെക്ഷൻ B നമ്മുടെ മാനേജ്മെന്റ് ഓഡിറ്റ്, സെക്ഷൻ C ഇന്റേണൽ ഓഡിറ്റിന്റെ ഏരിയ, സെക്ഷൻ C ഫോറൻസിക് ഓഡിറ്റ്, ഇങ്ങനെ സെക്ഷൻ D ഫോറൻസിക് ഓഡിറ്റ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ സിലബസിന്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓരോ പാർട്ടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലോട്ട് പോകാം. ആദ്യം നോക്കുക സെക്ഷൻ A കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, സെക്ഷൻ A കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മളുടെ ഇന്റർ സിലബസിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഓഡിറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ ഓഡിറ്റ് പഠിക്കുമ്പോൾ അവിടെ കമ്പനി ഓഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ആക്ച്വലി അപ്പോൾ കോസ്റ്റ് ഓഡിറ്റും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെന്ന് വെച്ചാൽ യെസ്, കോസ്റ്റ് ഓഡിറ്റും എന്ത് തന്നെയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെയാണ്. ഈ ഇന്റർ സിലബസിൽ നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡെഫിനേഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓഡിറ്റിന്റെ ഡെഫിനേഷനൊക്കെ ഓഡിറ്റിംഗ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. എന്തിനുണ്ട്, വിത്ത് വ്യൂ ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ആ വേർഡൊക്കെ എല്ലാവർക്കും ഓർക്കുന്നുണ്ടാവും. ചില കോർ വേർഡ്സ് ഒക്കെ നമ്മൾ ഓഡിറ്റിംഗ് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ട്രൂ ആൻഡ് ഫെയർ വ്യൂ, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർമീഡിയറ്റില് കമ്പനി അക്കൗണ്ട്സിന്റെ കൂടെ പഠിച്ചത് ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ഫിനാൻഷ്യൽ ഓഡിറ്റ്. നമ്മളെ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. സെയിം ടൈപ്പ് തന്നെ നമുക്ക് നിന്നിട്ട് കോസ്റ്റ് ഓഡിറ്റ് വരുന്നുണ്ട്. കോസ്റ്റ് ഓഡിറ്റും എന്ത് തന്നെയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെയാണ്. ഓക്കെ, സോ സെക്ഷൻ നമ്പർ 148 കമ്പനീസ് ആക്ട്. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ ഏതെങ്കിലും ഒരു സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ് ഏതെങ്കിലും ഒരു നിയമമാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നതെങ്കിൽ അത്തരം ഓഡിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് കമ്പനീസ് ആക്ടിൽ, ഓക്കെ, കമ്പനീസ് ആക്ട് സെക്ഷൻ നമ്പർ 148 എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, എല്ലാ കമ്പനികൾക്കും ഇല്ല, സെർട്ടൈൻ കമ്പനീസ് ഒരു കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്ന കമ്പനീസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഓഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും അല്ലെ. വെദർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം, അതായത് ഷെഡ്യൂൾ 3 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ
പാലിച്ചുകൊണ്ട് തന്നെ കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓക്കെ, അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഓഡിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ്, കോസ്റ്റ് ഓഡിറ്റിലും സെയിം തന്നെ. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റിലാണെങ്കിലും നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആയതുകൊണ്ട് ആക്ട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, മുമ്പ് ഇന്റർവ്യൂ പഠിച്ച കമ്പനി ഓഡിറ്റിലെ ആ ഒരു ഓഡിറ്റർക്കുള്ള അതേ ഡ്യൂട്ടീസ് ഒക്കെ തന്നെ, ഓക്കെ, ഓൾമോസ്റ്റ് അതേ ഡ്യൂട്ടീസ് തന്നെ ആർക്കും ഉണ്ട്, കോസ്റ്റ് ഓഡിറ്റർക്കും ഉണ്ട്. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റർ അപ്പൊ എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? ലൈക്ക് നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് പകരം നമ്മൾ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഫിനാൻഷ്യൽ ഓഡിറ്റ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ, കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സാമിൻ ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് ഈ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓക്കെ, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറയും. ഇതേപോലെ തന്നെ ഇവിടെ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അബ്രിഡ്ജഡ് കോസ്റ്റ് ഷീറ്റുകൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർമീഡിയറ്റിൽ നമ്മൾ പഠിക്കുന്ന കോസ്റ്റ് ഷീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും അല്ലെ. സോ മെറ്റീരിയൽ, ലേബർ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൈം കോസ്റ്റ്, ഓക്കെ, ഫാക്ടറി കോസ്റ്റ്, സോ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഒക്കെ എഴുതി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ലാസ്റ്റ് ആഡ് പ്രോഫിറ്റ്, സെയിൽസ് വരെയുള്ള. അപ്പൊ ആ ഒരു കോസ്റ്റ് ഷീറ്റ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലെ. ആ കോസ്റ്റ് ഷീറ്റ് ആണ് നമ്മുടെ എന്ത് പറയുന്നത്, കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, എസ്പെഷ്യലി മാനുഫാക്ചറിങ് കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള കോസ്റ്റ് പോളിസികൾ ഉണ്ടായിരിക്കും. ഓക്കെ, അവർ ചില കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുക. ഓക്കെ, ദയാർ എന്താണോ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, അതുപോലെ തന്നെ അവർ ഈ പറഞ്ഞ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണെങ്കിൽ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കോസ്റ്റിങ്ങിന് കുറച്ച് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന് അനുസരിച്ച് തന്നെ അല്ലെ, ലൈക്ക് ഈ അക്കൗണ്ടൻസിയിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും അല്ലെ. ഏകദേശം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ 32ഓളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ ഇവിടെയും നമുക്ക് കോസ്റ്റിംഗിൽ ഏകദേശം 24ഓളം, ഓക്കെ, സോ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, CAS എന്ന് പറയും, നമ്മൾ അവിടെ AS എന്ന് പറയുമ്പോൾ നമ്മുടെ CAS എന്ന് പറയും. ഓക്കെ, അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 24 ആ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് റൂൾസ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 6 കോസ്റ്റ് അക്കൗണ്ടിങ് റൂൾസുകൾ ഉണ്ട്. ആ റൂൾസ് എന്ത് ചെയ്തിട്ടുണ്ടോ, നമ്മൾ പാലിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ നോക്കുന്നത്, കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഓഡിറ്റും ഈസ് എ ടൈപ്പ് ഓഫ് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കും. സിലബസിൽ ഫസ്റ്റ് വരുന്നത് ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ്, വെയിറ്റേജ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇതിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014. അതിനുശേഷം പല വർഷങ്ങൾ അത് അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 6ഓളം. ഓക്കെ, സോ 6 റൂൾസ്. ഓക്കെ, കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 6 റൂൾസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. CRA, ഓക്കെ, കോസ്റ്റ് റെക്കോർഡ്സ് റൂൾസ്. ഓക്കെ, ഇനി മൂന്നാമത് നമുക്ക് വരുന്നത് കോസ്റ്റ് ഓഡിറ്റർ അല്ലെ. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോസ്റ്റ് ഓഡിറ്റർ ഉണ്ട് അല്ലെ. സോ ആരാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹാവിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, നമ്മൾ COP എന്നൊക്കെ പറയും അല്ലെ. ജസ്റ്റ് CA പാസ്സായ മാത്രം പോരാ, നമ്മൾ COP എന്നുള്ള ഒരു സെപ്പറേറ്റ് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും എടുക്കണം പ്രാക്ടീസിനുള്ള. ഇപ്പൊ ഞാൻ CA ക്വാളിഫൈഡ് ആണ്, CMA ക്വാളിഫൈഡ് ആണ് അല്ലെ. അപ്പൊ എനിക്ക് CAയിലാണ് എന്തുള്ളത്, COP ഉള്ളത്. CMAയിൽ എനിക്ക് മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെടുത്തിട്ടില്ല, COP എടുത്തിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രൊഫഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ COP, ഇപ്പൊ നമ്മൾ CMA മാത്രം ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യുക, CMA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എംപ്ലോയ്മെന്റിന് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ കമ്പനികളെ കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ COP എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ്, അതിന് വേറെ എക്സാം ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു എമൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, എടുക്കുക. ഒരു വർഷത്തിന് അഡീഷണൽ മെമ്പർഷിപ്പ് ഫീസ് കൂടാതെ ഒരു ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ കമ്പനിയിലെ എംപ്ലോയ്മെന്റ് ഒന്നും പോകാൻ പറ്റില്ല. ഫുൾ ടൈം എന്ത് ചെയ്യണം, നമ്മളൊരു ഓഫീസൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആരാണ് കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നുണ്ട്? ഒരു CMA ക്വാളിഫൈഡ്, ഓക്കെ, വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ഒരാള്. മാത്രമല്ല അദ്ദേഹത്തിന് കോസ്റ്റ് ഓഡിറ്റർ ആണെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെങ്കിൽ അവർക്ക് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് SA 200 എന്നൊക്കെ
പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് നമ്മൾ പഠിച്ചു SA 200, SA 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ അല്ലെ, SA 240 ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റിംഗ് ടു ഫ്രോഡ് ഇൻ എൻ ഓഡിറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, SA 299 ജോയിന്റ് ഓഡിറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ജോയിന്റ് ഓഡിറ്റേഴ്സ്, ഓക്കെ, SA 530 ഓഡിറ്റ് സാമ്പിളിംഗ്, ഓക്കെ, SA 700 സീരീസിൽ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള അല്ലെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഓക്കെ, മോഡിഫൈഡ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ, അതിൽ മോഡിഫൈഡ് തന്നെ ക്വാളിഫൈഡ് അഡ്വേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എംപസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ഇന്റർമീഡിയറ്റിൽ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഒന്നും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും വിഷയമല്ല. നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം, രണ്ടാമത് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് റീഫ്രഷ് ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ആരാണ് കോസ്റ്റ് ഓഡിറ്റർ എന്നും കോസ്റ്റ് ഓഡിറ്റർ ഡ്യൂട്ടീസ് ലൈക്ക് കമ്പനീസ് ആക്ട് നമ്മൾ അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റ് പഠിക്കുന്ന സമയത്ത് സെക്ഷൻ നമ്പർ 143 സബ്സെക്ഷൻ 12 ഒരു കോടിക്ക് മുകളിലുള്ള ഫ്രോഡ് ആണെങ്കിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ സെൻട്രൽ ഗവൺമെന്റിലോട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കോസ്റ്റ് ഓഡിറ്റർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കോസ്റ്റ് ഓഡിറ്റിന്റെ സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് എന്ത് ചെയ്യുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ അപ്പൊ അതെന്ത് ചെയ്യണം, 1 കോടിക്ക് മുകളിലാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർക്കും സെയിം റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി, സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യാനുള്ള അതേ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർക്കും ഉണ്ട്, കോസ്റ്റ് ഓഡിറ്റർക്കും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് കംപ്ലൈ ചെയ്യണം, ഓഡിറ്റർ എന്ത് കംപ്ലൈ ചെയ്യണം, ഓഡിറ്റർ ഷുഡ് കംപ്ലൈ വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് അല്ലെ. അതായത് കമ്പനി അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യണം, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്യണം. ഓഡിറ്റർ അത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത് കംപ്ലൈ ചെയ്യേണ്ടത്. മാത്രമല്ല ഓഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു അറിവ് എന്തിനെ കുറിച്ച് ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ കോസ്റ്റ് ഓഡിറ്റർ ആണെങ്കിലും കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഏകദേശം ഒരു 4 CA കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന 4 സ്റ്റാൻഡേർഡ് നമുക്കും കോസ്റ്റ് ഓഡിറ്റർക്കും ഉണ്ട്. അപ്പൊ ആ കോസ്റ്റ് ഓഡിറ്റർ ഈ സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം വൈൽ കണ്ടക്ടിങ് ദി ഓഡിറ്റ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു എക്സ്പേർട്ട് നോളജ് എന്തിനെ കുറിച്ചുണ്ടായിരിക്കണം, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നേരത്തെ പറഞ്ഞ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും കോസ്റ്റ് റെക്കോർഡ്സ് റൂൾസിനെ കുറിച്ചുമുള്ള നല്ലൊരു നോളജ് ആർക്ക് ഉണ്ടായിരിക്കണം, ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മളിപ്പോ എവിടെ വരെ എത്തി, കോസ്റ്റ് ഓഡിറ്റർ വരെ എത്തി. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഡിറ്റ് 50 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ ടോട്ടൽ നമുക്ക് 8 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഫസ്റ്റ് 3 ചാപ്റ്റർ എന്തൊക്കെയാണ്, ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, 2 കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് റൂൾസ്, ഒരു 6 റൂൾസ് നമ്മൾ പഠിക്കും. 3 കോസ്റ്റ് ഓഡിറ്റർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യുമ്പോൾ എക്സാമിൻ ചെയ്യുമ്പോൾ whether the cost statements are prepared in accordance with the നമ്മൾ കോസ്റ്റ് റിപ്പോർട്ടിങ്ങിന്റെ ഫ്രെയിംവർക്ക് അല്ലെ, അക്കോർഡിംഗ് ടു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമുക്ക് ഓഡിറ്റർക്ക് എന്ത് നോളജ് ഉണ്ടാവണം, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നോളജ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് 4th ചാപ്റ്റർ നോക്കുക, ഓവർവ്യൂ ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ പോലെ ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ദെൻ 5ാമത്തെ പോയിന്റ് കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്. ഞാൻ പറഞ്ഞു ഓഡിറ്റർ എന്ത് ചെയ്യണം, എന്ത് കംപ്ലീറ്റ് ചെയ്യണം, ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ ഇതിൽ ഈ ഒരു 5 ചാപ്റ്ററിൽ ആദ്യത്തെ 4 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ എക്സാമിനും. ഇതുവരെ നടന്ന എല്ലാ എക്സാമിനും ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന്, ഈ ഒരു 4 ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവാറുണ്ട്, എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് 4 ചാപ്റ്റർ, ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റും കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സിന്റെ റൂൾസ്, ഓക്കെ 6 റൂൾസുകൾ. ഇതിനടുത്തത് കോസ്റ്റ് ഓഡിറ്റർ ആരാണെന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും പവേഴ്സും. ഇതിനടുത്തത് ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, യെസ്. അപ്പൊ ഈ 4 ചാപ്റ്റർ, ഫസ്റ്റത്തെ 4 ചാപ്റ്ററിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. ബാക്കിയുള്ളത് സത്യം പറഞ്ഞാൽ ചോദിക്കാറ് തന്നെ ഇല്ല. ഇത് പിന്നെ ലാസ്റ്റ് 8ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 4 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ കവർ ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അടുത്തത് 5ാമത്തെ പറഞ്ഞു കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്. 6 കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം അല്ലെ. അപ്പോൾ നമ്മളിതുവരെ ആ ഒരു ലോജിക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈവൻ ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്ത ലോജിക്ക് നോക്കുക. കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിൽ കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ ചില കമ്പനികൾ ചെയ്യണമെങ്കിൽ അവർ ചില കോസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അത് വെരിഫൈ ചെയ്യാൻ വരുന്നവരാണ് കോസ്റ്റ് ഓഡിറ്റർ ആണ്. അദ്ദേഹത്തിന് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവണം. അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം,
ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അവർ പറയണം നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ഒരു വെൽ പ്ലാൻ വേണം അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒക്കെ ആണെങ്കിൽ നോർമലി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഇപ്പോൾ ചില കമ്പനികളുടെ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നത് 3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരാഴ്ച, മാക്സിമം 1 മാസമൊക്കെ ഉണ്ട്. വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ 1 മാസം 2 മാസം വരെയൊക്കെ പോകുന്നുണ്ട്. പറയുന്നൊരു ജനറൽ കേസിൽ ഒരാഴ്ചയൊക്കെയാണ് സ്റ്റാൻഡേർഡ് ടൈം ഫോർ എന്ത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പൊ അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു ഇൻഡെപ്ത് എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, പൊതുവെ നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഒക്കെ പറയുമെങ്കിൽ നമ്മളവിടെ സാമ്പിളിംഗ് ആണ് പലപ്പോഴും നോക്കുന്നത് അല്ലെ. അതുകൊണ്ട് SA 530 ഓഡിറ്റ് സാമ്പിളിംഗ്. ഈവൻ നിങ്ങൾ ബാങ്ക് ഓഡിറ്റ് എന്നൊക്കെ കിട്ടണം അല്ലെ. ഒരു വർഷത്തിൽ 365 ദിവസം എക്സെപ്റ്റ് ഹോളിഡേയ്സ് വർക്ക് ചെയ്യുന്ന ബാങ്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ് ഈ എല്ലാ ട്രാൻസാക്ഷൻസും ഈ 3 ദിവസം കൊണ്ടൊക്കെയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് ലൈഫിലും ഞാൻ ബാങ്ക് ഓഡിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ചില ബാങ്ക് ഓഡിറ്റുകൾ ഗ്രാമീൺ ബാങ്കിന്റെ ഒക്കെ ഓഡിറ്റ് ഹാഫ് ഡേയിലാണ് ചെയ്യാറ്. അതായത് രാവിലെ 10 മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് 1 മണി ആകുമ്പോഴത്തേനും അതിന്റെ ഇടയിൽ ടീ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എഫക്റ്റീവ്ലി 2 hours കൊണ്ടാണ് ഒരു ബ്രാഞ്ച് ഒക്കെ ഓഡിറ്റ് ചെയ്യാറ്. ആലോചിച്ച് നോക്കുക, ഒരു വർഷം ഒരു ബ്രാഞ്ചിൽ നടന്ന ട്രാൻസാക്ഷൻസ് 2 മണിക്കൂർ കൊണ്ട് ഓഡിറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അവിടുത്തെ സ്കോപ്പ്, ദാറ്റ് ഈസ് നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. കാരണം പല കാര്യങ്ങളും ഹെഡ് ഓഫീസ് ലെവലിലായിരിക്കും. ബ്രാഞ്ച് ഓഡിറ്റ് നമുക്ക് ആ ബ്രാഞ്ചിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാവും. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, വളരെ ലിമിറ്റഡ് ടൈമിൽ, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഒക്കെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് എടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കോസ്റ്റ് ഓഡിറ്റ് ഈവൻ ഒരു 180 ഡേയ്സ് വരെ നമുക്ക് ടൈം ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 180 ഡേയ്സിനുള്ളിലാണ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ നാം പഠിക്കും. സെപ്പറേറ്റ് ആവുമ്പോൾ പഠിക്കും. നമ്മളിവിടെ ക്ലാസ് അല്ല, നമ്മൾ സിലബസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഇന്നത്തെ ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്താണ് നമ്മളെ സിലബസ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് കവർ ചെയ്യുന്നത് ചെറുതായിട്ട്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോ ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ 180 ഡേയ്സ് വരെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിനൊക്കെയുള്ള സമയമുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം എഫക്റ്റീവ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അല്ലാതെ നേരെ പോയിട്ട് അങ്ങനെ ഓഡിറ്റ് ചെയ്യല്ല. നമുക്ക് എല്ലാത്തിനും ഒരു പ്രോഗ്രാം ഷീറ്റ് ഉണ്ടാവും അല്ലേ. സോ നമ്മളിപ്പോൾ നാളെ ഒരാഴ്ചൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് പ്രെയർ, ഓക്കെ, 9:30 ഇനാഗുറേഷൻ, ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു പ്ലാനിങ് സ്റ്റേജ് ആണ്. നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്കൊരു ആ ടൈം ലൈൻ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഓഡിറ്റിംഗ് നമ്മൾ ടൈംലി കംപ്ലീറ്റ് ചെയ്യാനും എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കണം. അതിന് 6 ചാപ്റ്റർ പഠിക്കുന്നത് കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 ആഴ്ചയ്ക്ക് എത്ര ചാപ്റ്റർ? ഇപ്പോൾ 6 ചാപ്റ്റർ അല്ലേ. ഏതൊക്കെയാണ് 6 ചാപ്റ്റർ? ഒന്ന് കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്ന് പഠിക്കും. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയും കോസ്റ്റ് റെക്കോർഡ്സ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് പഠിക്കും, കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഡിറ്റർ ആരാണെന്ന് പഠിക്കും, കോസ്റ്റ് ഓഡിറ്റർ ആരാണെന്ന് പഠിക്കും. നാളെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 24 എന്തൊക്കെയാണെന്ന് പഠിക്കും. ഇനി ഈ ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് റൂൾസ്, ഓക്കെ, സ്റ്റാൻഡേർഡ്സ്, കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് 4 എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കും. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം. ഓക്കെ, യെസ്. ഇനി അതിനുശേഷം പ്ലാൻ ചെയ്ത് ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കിയല്ലേ, ഇനി കാര്യങ്ങൾ നടക്കണ്ടേ. സോ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യണം. ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുമ്പോൾ ഓഡിറ്റർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ടാവും, ഒരുപാട് എവിഡൻസുകളൊക്കെ ഇതെങ്ങനെയാണ്, ഇതിന്റെ എവിഡൻസ് എന്താണ്, ഓക്കെ, ഓരോന്നിന്റെ സോഴ്സ് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യും അല്ലേ. അപ്പൊ അതൊക്കെ ഓഡിറ്റർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിന്റെ ഒരു ഡോക്യുമെന്റേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ, നമ്മളിപ്പോൾ വെറുതെ അല്ലല്ലോ നമ്മൾ ഈ ഓഡിറ്റിംഗിന്റെ ഒക്കെ ഫീസ് എന്നൊക്കെ പറയുന്നത് ഒരു 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം രൂപയ്ക്ക് വരെയൊക്കെ അല്ലെ. കമ്പനികളുടെ സൈസിനനുസരിച്ച് നമുക്ക് എന്ത് വരും, അത്രയും ഫീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യണം അല്ലെ. നമ്മൾ ആ വർക്ക് തന്നെ പ്രൊഫഷണലി നമ്മൾ ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിലും എന്തുണ്ടായിരിക്കണം, ഓഡിറ്റിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഓഡിറ്റർ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയാനായിട്ട് അദ്ദേഹം കുറച്ച് എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, ഓക്കെ, അതിനായിട്ട് ഇവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതൊക്കെ കറക്റ്റ് ആണെന്നുള്ളതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഫ്രോഡ് ഒന്നും ഇല്ല എന്നൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് എവിഡൻസുകൾ, ഡോക്യുമെന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് ഡോക്യുമെന്റ് ചെയ്യണം. അത് നമ്മൾ പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഓഡിറ്റിലാണെങ്കിൽ SA 230, SA 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ആണ്. സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ആപ്ലിക്കബിൾ ആണ് കോസ്റ്റ് ഓഡിറ്റിൽ, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, കൂടാതെ ഓഡിറ്റ് പ്രോസസ് ആൻഡ് എക്സിക്യൂഷൻ. ഓക്കെ, അപ്പൊ 7th ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇംപ്ലിമെന്റേഷൻ പാർട്ടാണ്. അതായത് 6th ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ ഒരു പ്ലാൻ ആണ് ഉണ്ടാക്കിയത് അല്ലെ. കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ലൈക്ക് എ പ്ലാൻ.
സെവൻത്ത് ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ടക്ട് ദ ഓഡിറ്റ്, ദാറ്റ് ഈസ് ആ ഒരു ഇംപ്ലിമെന്റേഷൻ എക്സിക്യൂഷൻ നമ്മൾ അവിടെ പഠിക്കുന്നത് സെവൻത്ത് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റേഷൻ ഉണ്ട്, ഓഡിറ്റിംഗ് പ്രോസസ് ഉണ്ട്, അതിന്റെ എക്സിക്യൂഷൻ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ഓഡിറ്റ് എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഫൈനൽ റിപ്പോർട്ട് അല്ലെ, ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഒരു ഫൈനൽ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ കൊടുക്കുക, ഓഡിറ്റർ ഒരു കൺക്ലൂഷൻ കൊടുക്കുക, ഒരു റിപ്പോർട്ട് കൊടുക്കുക അല്ലെ, ഇൻ ദ ഫോം ഓഫ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞത് ഇൻ ദ ഫോം ഓഫ് എ റിപ്പോർട്ടാണ്. അതിന് നമ്മൾ എന്ത് വിളിക്കും, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് വിളിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഓഡിറ്റ് നോക്കുകയാണെങ്കിൽ SA-700 സീരീസിൽ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്, റിപ്പോർട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈഡ്, അൺക്വാളിഫൈഡ് അല്ലെ, സോ അഡ്വേഴ്സ് റിപ്പോർട്ട്, ഓക്കെ, അതുപോലെ തന്നെ എംപസിസ് ഓഫ് മാറ്റർ, കീ ഓഡിറ്റ് മാറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മൾ ആർട്ടിക്കിൾഷിപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, CA ഓഫീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കമ്പനി ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഡിറ്ററും എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, ആ റിപ്പോർട്ട് പൊതുവെ എന്ത് ചെയ്യാറില്ല, പബ്ലിഷ് ചെയ്യാറില്ല, ജനങ്ങൾക്ക് പബ്ലിക്കിന് എന്ത് ചെയ്യാറില്ല, പബ്ലിഷ് ചെയ്യാറില്ല. നോർമലി ഫിനാൻഷ്യൽ ഓഡിറ്റുകൾ, ഓക്കെ, ഫിനാൻഷ്യൽ ഓഡിറ്റ് നമുക്കറിയാം, ഗൂഗിൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലയൻസിന്റെയോ മുത്തൂർ ഫിനാൻസിന്റെയോ ഒക്കെ ജസ്റ്റ് ആനുവൽ റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് റിലേറ്റഡ് നോട്ട്സും ഫിനാൻഷ്യൽസ് ഒക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും, പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യാറില്ല, നോർമലി അതിൽ ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ പബ്ലിക്കിന് എന്ത് ചെയ്യാറില്ല, പബ്ലിഷ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്തിട്ട് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് എന്തിന്, കമ്പനിക്ക് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം അല്ലെ. സോ മിനിസ്ട്രിക്ക് എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സീക്രട്ട് ആയതുകൊണ്ട് തന്നെ ഒരു എൻക്രിപ്റ്റഡ് വെർഷനൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. പൊതുവെ നമ്മൾ XBRL എന്നൊക്കെ പറയും, XBRL റിപ്പോർട്ട് ഇൻ ദിസ് എക്സ്റ്റൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതാണ് 8ാമത്തെ ചാപ്റ്റർ വരുന്നത്, പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഏരിയ കഴിഞ്ഞു, കോസ്റ്റ് ഓഡിറ്റിനുള്ള ഏരിയ കഴിഞ്ഞു. 50 മാർക്കാണ് നമുക്ക് അതിന്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ അല്ലെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു 20 മിനിറ്റ് ആയി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പൊ ഈ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ 50 മാർക്കിന്റെ കോസ്റ്റ് ഓഡിറ്റ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിലോട്ട് നോക്കാതെ ഒന്ന് ആലോചിക്കുക, 8 ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. ഓക്കെ, 8 ചാപ്റ്റർ ആണുള്ളത് അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്? ആദ്യം നമ്മൾ പഠിക്കുക എന്താണ് കോസ്റ്റ് ഓഡിറ്റ് അല്ലെ. സോ ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ വേണ്ടേ അല്ലെ. അപ്പൊ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് ഗവൺമെന്റ്, കാരണം കോസ്റ്റ് ഓഡിറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് ആണ് പറയേണ്ടത്, നിയമമാണ് പറയേണ്ടത്. അപ്പൊ കമ്പനീസ് ആക്ട് അവിടെ വരും, അപ്പൊ കമ്പനീസ് ആക്ടിന്റെ റൂൾസ് വരും. അതുകൊണ്ട് സെക്കൻഡ് ചാപ്റ്റർ എന്ത് വരുന്നത്, നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014 റൂൾസ് വരുന്നത്. ഓക്കെ, അപ്പൊ റൂൾസ് നമ്മളോട് പറഞ്ഞു തന്നു. ഇനി ഈ കോസ്റ്റ് ഓഡിറ്റ് ആരാണ് ചെയ്യേണ്ടത്, ആരാണ് കോസ്റ്റ് ഓഡിറ്റർ ആണ് ചെയ്യേണ്ടത് അല്ലെ, CMAക്കാരാണ് ചെയ്യേണ്ടത്. അപ്പൊ ആരാണ് കോസ്റ്റ് ഓഡിറ്റർ, അവന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അതുകൊണ്ട് തേർഡ് ചാപ്റ്റർ നമുക്ക് എന്ത് വരും, കോസ്റ്റ് ഓഡിറ്റർ എന്നുള്ളത് വരും. ഓക്കെ, തേർഡ് ചാപ്റ്റർ നമുക്ക് കോസ്റ്റ് ഓഡിറ്റർ ആരാണെന്നുള്ളത് വരും അല്ലെ. ഇനി കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സാമിൻ ചെയ്യണം. എന്ത് എക്സാമിൻ ചെയ്യണം, വെദർ ദ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, കോസ്റ്റ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഓക്കെ, വെദർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി അപ്ലിക്കബിൾ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണോ, വെദർ ദേ ആർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ. ഓക്കെ, സോ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റുകളൊന്നും ഇല്ലല്ലോ, ഫ്രോഡ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓഡിറ്റിംഗും ഇൻവെസ്റ്റിഗേഷൻ ഡിഫറെന്റ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റിൽ വ്യത്യസ്തമായിട്ട് ലാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഫോറൻസിക് ഓഡിറ്റ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഓഡിറ്റർക്ക് ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഓക്കെ, ഓഡിറ്റർ എക്സാമിൻ ചെയ്യുക whether they are true and fair view ആണെന്നുള്ളത്, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ ഇൻ ദ ഫോം ഓഫ് എൻ ഒപ്പീനിയൻ ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളത്. അപ്പൊ കോസ്റ്റ് ഓഡിറ്റർ ആരാണെന്നും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നും, ഓക്കെ, അദ്ദേഹത്തിന്റെ പവർ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഫ്രോഡ് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കോസ്റ്റ് ഓഡിറ്റർ ഒരു എക്സ്പേർട്ട് ആണ് അല്ലെ. സോ എക്സാമിനേഷൻ ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ട്, അപ്പൊ അദ്ദേഹത്തിന് ആ ഫിനാൻഷ്യൽ ആ ഫ്രെയിംവർക്കിനെ കുറിച്ചുള്ള എന്താണ് നോളജ് ഉണ്ടാവണം. ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ട്സിന്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ അതിന് കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ടാക്കേണ്ടതിന് ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവണ്ടേ. അപ്പൊ അതുകൊണ്ട് 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ എന്ത് പഠിക്കും, ഓവർവ്യൂ ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ഇനി ഓഡിറ്റല്ലേ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓഡിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം നിലനിർത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ള ഇതിലൊക്കെ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. കൂടാതെ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെയുള്ള ആ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അദ്ദേഹം ഫോളോ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കും. 5th ചാപ്റ്റർ നമ്മൾ കോസ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്.
അപ്പോൾ ഇവിടെ വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഓഡിറ്റ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്ററുടെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓഡിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു സമയത്തിന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. സോ പ്രോപ്പർ പ്ലാൻ, ഒരു പ്രോഗ്രാം ഷീറ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കണം, അതിന് കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ആരൊക്കെ എങ്ങനെയൊക്കെ ഏത് ടൈമിൽ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഫോർ ദ ക്വാളിറ്റി. ഓക്കെ, അതായത് വെറുതെ കംപ്ലീറ്റ് ചെയ്യാനല്ല, നല്ല ക്വാളിറ്റിയിൽ ഓഡിറ്റ്, എഫക്റ്റീവായിട്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനും വിത്ത് ടൈം എന്ത് ചെയ്യുക, കറക്റ്റ് ടൈംലി കംപ്ലീഷന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കും. ഓക്കെ, ഇനി പ്ലാൻ ചെയ്ത് മാത്രം വെച്ചാൽ മതിയോ, ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അല്ലേ. അപ്പൊ അടുത്തതാണ് എക്സിക്യൂഷൻ പാർട്ട് വരുന്നത്. therefore 7th ചാപ്റ്റർ നമ്മൾ പഠിക്കും കോസ്റ്റ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ആസ് വെൽ ആസ് ഓഡിറ്റ് പ്രോസസ് ആൻഡ് എക്സിക്യൂഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ 7th ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ അത് ഇംപ്ലിമെന്റേഷൻ പാർട്ടാണ്. ഇനി വൺസ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഔട്ട്കം എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടാണ് അല്ലെ. ഈ ഔട്ട്കം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സീക്രട്ട് ഇൻഫർമേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ലൈക്ക് XBRL, ദാറ്റ് ഈസ് എക്സ്റ്റൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. അപ്പൊ അതിന് ആ റിപ്പോർട്ട് ചെയ്യേണ്ട രീതികളും ടൈം ലിമിറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 18th ചാപ്റ്റർ വരുന്നത് പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ അല്ലെ. ഇങ്ങനെ നമുക്ക് 8 ചാപ്റ്റർ ആണ് നമുക്ക് കോസ്റ്റ് ഓഡിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 ചാപ്റ്റർ, ദാറ്റ് ഈസ് ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, ദെൻ കോസ്റ്റ് റെക്കോർഡ്സ് റൂൾസ്, ഓക്കെ 3 കോസ്റ്റ് ഓഡിറ്റർ, അതുപോലെ തന്നെ ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ 4 ചാപ്റ്റർ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 8th ചാപ്റ്റർ ആയിട്ടുള്ള ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടും അത്യാവശ്യം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്ന് പറയുന്നില്ല. ഓക്കെ, സോ ബാക്കിയുള്ളത് നമ്മൾ കവർ ചെയ്യും, നമ്മളെല്ലാം കവർ ചെയ്യും. ഓക്കെ, എല്ലാ ചാപ്റ്ററും എടുക്കും. പക്ഷെ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് മുതലുള്ള ആദ്യത്തെ 4 ചാപ്റ്ററും പിന്നെ ലാസ്റ്റ് 8th ചാപ്റ്റർ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത് 50 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത്. ഇനി ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കുകയാണെങ്കിൽ, ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇതിന്റെ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ, അതും CMA സ്റ്റഡി മെറ്റീരിയലിനായിട്ട് അലൈൻ ചെയ്ത രൂപത്തിലുള്ള നമ്മളൊരു നോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം ചാപ്റ്റേഴ്സ് തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോട്ട്സും ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എല്ലാ ചാപ്റ്ററും ഇതുപോലെ തന്നെ 8 ചാപ്റ്റർ കോസ്റ്റ് ഓഡിറ്റിൽ, 5 ചാപ്റ്റർ മാനേജ്മെന്റ് ഓഡിറ്റ്, ഒരു 3 ചാപ്റ്റർ ഇന്റേണൽ ഓഡിറ്റ്, 2 ചാപ്റ്റർ ഫോറൻസിക് ഓഡിറ്റ്. ഓക്കെ, യെസ്. ഇനി കോസ്റ്റ് ഓഡിറ്റിന്റെ എക്സാമിനേഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തിയറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അല്ലെ. സോ സ്റ്റഡി മെറ്റീരിയൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോളജിന് വേണ്ടി നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യും, ഒന്നും സ്കിപ്പ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും, നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ എക്സാമിന് വേണ്ടി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നോളജിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ CMA ഫൈനൽ പേപ്പർ 17 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് തൊട്ട് കാറ്റഗറി A വരുന്നത്. ഓക്കെ, കാറ്റഗറി കോസ്റ്റ് ഓഡിറ്റിന്റെ നിന്ന് കാറ്റഗറി A ആയിട്ട് നമുക്ക് വരുന്നത് ഒന്ന് ചാപ്റ്റർ 2 CRA റൂൾസ്. നോർമലി അതിൽ നിന്ന് തിയറി ആസ് വെൽ ആസ് പ്രാക്ടിക്കൽസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, വാല്യൂ അഡീഷൻ, ഓക്കെ അതുപോലെ തന്നെ പ്രോഫിറ്റ് റീകൺസിലിയേഷൻ. ഈ വാല്യൂ അഡിഷൻ, പ്രോഫിറ്റ് റീകൺസിലിയേഷൻ ഒക്കെ പറയുന്നില്ല. ഈ പ്രോഫിറ്റ് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ലെവലിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക അല്ലെ. സോ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അതിന് പഠിക്കാം, ബാലൻസ് ആസ് പെർ, ഓക്കെ ക്യാഷ് ബുക്കും പഠിക്കും അല്ലെ, ബാലൻസ് ആസ് പെർ പാസ്ബുക്കും പഠിക്കും അല്ലെ. എന്നിട്ട് പലപ്പോഴും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്യാഷ് ബുക്കിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തും, പാസ്ബുക്കിലോട്ട് എത്തും, അല്ലെങ്കിൽ പാസ്ബുക്കിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തും, ക്യാഷ് ബുക്കിലോട്ട് എത്തും. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്കിവിടെ പ്രോഫിറ്റ് ആസ് പെർ, ഇവിടെ 2 അക്കൗണ്ട്സ്, അവിടെ നമുക്ക് ക്യാഷ് ബുക്കും പാസ്ബുക്കും ഉള്ളതുപോലെ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പ്രകാരമുള്ള പ്രോഫിറ്റ് ഉണ്ട്, അതിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരമുള്ള പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെന്ത് ചെയ്യണം, റീകൺസീൽ ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചിലപ്പോൾ പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽസിലെ പ്രോഫിറ്റ് എടുക്കും. ആ പ്രോഫിറ്റ് നമുക്ക് എവിടേക്ക് എത്തേണ്ടി വരും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റിലോട്ട് എത്തേണ്ടി വരും. അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുത്ത് എവിടേക്ക് എത്തേണ്ടി വരും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലോട്ട് എത്തേണ്ടി വരും. അപ്പൊ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോഫിറ്റ് റീകൺസിലിയേഷൻ. സെയിം നമുക്ക് ഏത് ഫീൽ കിട്ടും, നമ്മുടെ ആ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാ എക്സാമിനും ഈ ഒരു ഏരിയ നമുക്ക് 7 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
ന്യൂമെറിക്കലായിട്ട്. ഇപ്പോൾ ചാപ്റ്റർ 2 നമ്മളുടെ കോസ്റ്റ് റെക്കോർഡ്സ് റൂൾസ് എന്നാണ്, വളരെ CRA റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ തിയറി ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ചാപ്റ്റർ 3 ദറ്റ് ഈസ് നമ്മളെ ഓഡിറ്റർ, കോസ്റ്റ് ഓഡിറ്ററിന്റെ ഭാഗം തിയറി ടോപ്പിക് ആണ് ചാപ്റ്റർ 3 വരുന്നത്. സോ അത് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് മിസ്കണ്ടക്ട് അല്ലെ, ഓഡിറ്റർ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ട്, ഷെഡ്യൂൾ 1 and 2, അത് പ്രകാരം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്യുന്ന CMA കാരൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് മിസ്കണ്ടക്റ്റിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഷെഡ്യൂൾ 1 and 2 അത് തിയറി പാർട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ 4. ചാപ്റ്റർ 4 നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ചാപ്റ്റർ ആണ്. നമ്മൾ പറഞ്ഞു 24 സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. അതിൽ നിന്ന് തിയറി പാർട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പ്രാക്ടിക്കലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ ഏറ്റവും 24 തന്നെ ഒരു 1 മുതൽ 10 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 12 വരെയുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫോർ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 1 to 12 ആണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ MCQ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് CAS 1 മുതൽ CS 12 വരെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് അതിൽ തന്നെ CS 2, 4, 6, 7. ഓക്കെ, ഇങ്ങനെ ഈ ഒരു 4 സ്റ്റാൻഡേർഡ്സ് ആണ് കൂടുതലായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ എല്ലാ എക്സാമിനും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ചാപ്റ്റർ 4. ഓക്കെ, തിരിച്ചു വരാം ചാപ്റ്റർ 1. ചാപ്റ്റർ 1 ബേസിക്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റിംഗ്, നമ്മളിങ്ങനെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് അങ്ങനെയൊക്കെ പഠിക്കുമല്ലോ. അങ്ങനെ ഒരു പക്ക തിയറി ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് ഇത് കോസ്റ്റ് ഓഡിറ്റിൻ്റെ. അത് നമ്മൾ എല്ലാ എക്സാമിനും എന്ത് ചെയ്യാറുണ്ട്, അതിൽ നിന്നും ഒരു 7 മാർക്കിന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 1, ഓക്കെ, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4. ഓക്കെ, സോ കോസ്റ്റ് ഓഡിറ്റിലെ 8 ചാപ്റ്ററിന്റെ അകത്ത് ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് എല്ലാ എക്സാമിനും എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം ചോദിക്കാറുണ്ട്. ഈവൻ അതിന്റെ ചോദ്യം ചോദിക്കുന്ന പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമുക്ക് 30 മാർക്ക് MCQ ആണ് അല്ലെ, 30 മാർക്ക് MCQ ആണ്. പിന്നെ അതിനുശേഷം നമുക്കൊരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 7 ക്വസ്റ്റ്യൻസിൽ ഡിസ്ക്രിപ്റ്റീവിൽ 7 ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. 7 ക്വസ്റ്റ്യൻസ് 14 മാർക്കിന്റെ, അതായത് Aയും Bയും 7 മാർക്ക്, ഓരോ ക്വസ്റ്റിനും 14 മാർക്ക്. സോ 14 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ആണ്, ഒഴിവാക്കിയിട്ട് 5 എഴുതാം അല്ലെ. സോ 14 × 5 നമുക്ക് 70 മാർക്ക്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് 70 മാർക്ക്, MCQ 30 മാർക്ക്. ഇതൊക്കെ എല്ലാവർക്കും ഓൾറെഡി അറിയുന്നതാണ് അല്ലെ. അപ്പൊ MCQ 30, ഡിസ്ക്രിപ്റ്റീവ് 70 എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 14 മാർക്കിന്റെ 5 ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. 14 മാർക്കിന്റെ 5 ചോദ്യം നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, ആ 14 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് Aയും Bയും ഓരോന്നിന് 7 മാർക്ക് വെച്ചിട്ടൊക്കെയാണ് നോർമലി എന്ത് ചെയ്യുക വരുന്നത്. അപ്പൊ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 1 പിന്നെ MCQ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 MCQ 30 മാർക്കിന്റെ MCQ. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 Aയും Bയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് എവിടെ നിന്നാ സ്ഥിരമായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 1, 2 ആണ് വരുന്നത്. ചാപ്റ്റർ 1ലും ചാപ്റ്റർ 2ന്റെ ഓരോ ക്വസ്റ്റ്യൻസ് 7 മാർക്ക്. അത് എല്ലാ എക്സാമിനും, കഴിഞ്ഞ എല്ലാ എക്സാമുകൾക്കും ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് വരുന്നത് ചാപ്റ്റർ 3യുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പ്ലസ് ചാപ്റ്റർ 8. അപ്പോൾ ചാപ്റ്റർ 8 ഞാൻ ഓൾറെഡി പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് നമ്മളെ ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെ, XBRL എന്ന് പറഞ്ഞില്ലേ. സോ അപ്പൊ ചാപ്റ്റർ 8 എന്താണ്, ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ചാപ്റ്റർ 8 നമ്മൾ A കാറ്റഗറിയിൽ, പൊതുവെ അഭിപ്രായത്തിൽ A കാറ്റഗറിയിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 8. ഓക്കെ, A കാറ്റഗറി നമ്മൾ ഏകദേശം 7 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. ചാപ്റ്റർ 1, 2, 3, 4 നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ചാപ്റ്റർ 8ലോട്ടാണ്. സോ ചാപ്റ്റർ 8 ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, അതും A കാറ്റഗറിയിൽ വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അതിൽ നിന്നും സ്ഥിരമായിട്ട് എന്ത് ചെയ്യേണ്ട, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ചാപ്റ്റർ 1 and 2 7 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3 ചാപ്റ്റർ 3യുടെ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ചാപ്റ്റർ 8ന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറ്, ചോദിക്കാറ്. അപ്പൊ നമുക്ക് ഏകദേശം 14 + 14 ഓക്കെ 28 മാർക്കിന്റെ ഏരിയ കഴിഞ്ഞു. ഡിസ്ക്രിപ്റ്റീവില് 28 മാർക്കിന്റെ ഏരിയ കഴിഞ്ഞു, 70-ൽ 28. അപ്പൊ ഇത് എന്തായാലും നമ്മൾ എക്സാമിന് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം 3ഉം നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4ലോട്ട് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഏകദേശം ഫിക്സഡ് തന്നെ പറയാം. ചാപ്റ്റർ 4ന്റെ അകത്ത് ന്യൂമറിക്കൽസ് ആണ്. 2 ക്വസ്റ്റിനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് വരാറ്. ചാപ്റ്റർ നമ്പർ 4 CAS റിലേറ്റഡ്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് തന്നെയുള്ള സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കാറ്. സോ ക്വസ്റ്റ്യൻ 4 ചാപ്റ്റർ 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും Aയും Bയും ചാപ്റ്റർ 4 ആണ്. ദാറ്റ് ഈസ് 7 മാർക്ക് ടോട്ടൽ അവിടെ 14 മാർക്ക്. ഓക്കെ അല്ലെ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവില് ക്വസ്റ്റ്യൻ 2, 3, 4 ഓക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം കോസ്റ്റ് ഓഡിറ്റ് ഏരിയ എന്നാണ് വരുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 2 A, B എന്ന് പറയുന്നത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2.
അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ്റെ എയും ബി എന്ന് പറയുന്നത് ചാപ്റ്റർ 3 പിന്നെ ചാപ്റ്റർ 8 ഓക്കെ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ എയും ബി എന്ന് പറയുന്നത് ചാപ്റ്റർ 4 തന്നെയാണ്. ദാറ്റ് ഈസ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി തിരിച്ച് ഇതിലോട്ട് വരാം. നമ്മൾ എ കാറ്റഗറിയിൽ ബാക്കിയുള്ള നോക്കാം. എ കാറ്റഗറിയിൽ പിന്നെ വരുന്നത് നമുക്ക് മറ്റ് ടോപ്പിക്കിലേക്ക് മാനേജ്മെന്റ് ഓഡിറ്റ്, ഫോറൻസിക് ഓഡിറ്റ്, ആ ഏരിയയിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, തിരിച്ച് നമ്മൾ ഇൻഡെക്സിലോട്ട് ഒന്ന് വരാം. നമ്മളിപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. 8 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിൽ ഈ 5, 6, 7 അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. അതിന് ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല, വരുന്നുണ്ട്. നമ്മളുടെ 6ാമത്തെ 7ാമത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. ഓക്കെ, പക്ഷെ അത്രയ്ക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് വേണമെങ്കിൽ അത് ഓപ്ഷൻസിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കോസ്റ്റ് ഓഡിറ്റിന്റെ ഏരിയയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആദ്യത്തെ 4 ചാപ്റ്ററിനും പിന്നെ 8ാമത്തെ ചാപ്റ്ററിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത് നമുക്ക് മാനേജ്മെന്റ് ഓഡിറ്റ് ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.